ഈ അംബേദ്കർ സമം ജാതി സമം പട്ടികജാതിക്കാർ എന്നൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ പറയുന്ന കാര്യമൊക്കെ പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ സംഗതി, അദ്ദേഹം 1916 ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് പഠിക്കുന്നത് പണ്ടെങ്ങാണ്ട് വണ്ടിയെ നിറക്കി വിട്ടത് കൊണ്ടാണെന്ന് വിചാരിക്കുന്ന ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നത്. വണ്ടിയെ നിറക്കി വിട്ടത് കൊണ്ടൊന്നും അല്ല. അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ പ്രാചീനമായ സാമൂഹിക സംവിധാനത്തെ സംബന്ധിച്ച് നടത്തിയ ആന്ത്രോപോളജിക്കൽ സെമിനാറിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പ്രാചീനമായ പ്രാകൃതമായ ഒരു സാമൂഹിക സംഘാടന വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയിലെ ജാതികളെക്കുറിച്ചൊരു പഠനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പഠനത്തിൽ തന്നെ ഒരു മെത്തഡോളജി, ഒരു അപ്രോച്ച്, ഹൗ ടു സ്റ്റഡി ഇന്ത്യ എന്ന ചോദ്യത്തിനൊരു ഉത്തരം അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ജാതിയില്ല, ജാതികളേ ഉള്ളൂ എന്നതാണ് ആദ്യത്തെ പ്രഖ്യാപനം. എന്ന് പറഞ്ഞാൽ ജാതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റപ്പെട്ട ഗ്രൂപ്പുകളായിട്ടല്ല, ഒരു ബന്ധവ്യവസ്ഥയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളുടെ ഒരു ബന്ധവ്യവസ്ഥയാണ് ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഈസ് എൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്നാണ് പറയുന്നത്. എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് കൊട്ടിയടയ്ക്കപ്പെട്ട വർഗമാണ് ജാതി എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായൊരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. അന്തർജാതി ബന്ധങ്ങൾ അസാധ്യമായ ഒരു സമൂഹമാണ് ഇന്ത്യ എന്നാണ്. മൂന്നാമത്തെ കാര്യം, എക്സോഗമിക്ക് മേൽ എൻഡോഗമി സ്ഥാപിക്കപ്പെട്ടതാണ് ജാതി. സഗോത്ര വിവാഹമാണ് ജാതിയെ നിലനിർത്തുന്നത് എന്നതാണ് മൂന്നാമത്തെ സംഗതി. 4, സതി പോലെയുള്ള അതിക്രൂരമായൊരു സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായി വരാൻ കാരണം ഫീമെയിൽ സെക്ച്വാലിറ്റിക്ക് മേൽ, സ്ത്രീകളുടെ സെക്ച്വാലിറ്റിക്ക് മേൽ ജാതി വ്യവസ്ഥയും പുരുഷാധികാരവും പുലർത്തുന്ന സമീപനമാണ് എന്ന് അതിൽ പറയുന്നു. ഈ 4 കാര്യങ്ങളിൽ നിന്നും ഇന്ത്യ എന്നത് ജാതി വിവേചനം അനുഭവിച്ചിട്ടുള്ളതുണ്ടെന്ന ജാതിയെക്കുറിച്ച് പറഞ്ഞേക്കാന്നല്ല അംബേദ്കർ പറഞ്ഞത്. മറിച്ച് ഇന്ത്യയുടെ ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാന പ്രകൃതം, കാസ്റ്റ് ബന്ധങ്ങളിലൂടെ, സെക്ച്വാലിറ്റിയുടെ നിയന്ത്രണത്തിലൂടെ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നത് 1916 പ്രബന്ധത്തിൽ തന്നെ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് 20 വർഷത്തെ അന്വേഷണത്തിലും ഇടപെടലിനും ശേഷം 1936 അനീലേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന കൃതി അദ്ദേഹം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാനപരമായൊരു പ്രകൃതമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ത്യയെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രേഡഡ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യമാണ്. ശ്രേണീകൃതമായ അസമത്വം എന്ന സംഗതി. ഈ ശ്രേണീകൃത അസമത്വം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയിലെ മനുഷ്യർ ഒരാൾ മുകളിൽ ഒരാൾ താഴെ അതിനും താഴെ അങ്ങനല്ല. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള ഏതൊരു പഠനത്തിലും ഇന്ത്യ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിലാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്കും ഇന്ത്യയുടെ ആത്മാവ് പിടികിട്ടില്ല എന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ എംപിരിക്കൽ കാറ്റഗറി, അതൊരു അനുഭവവാദപരമായ കാറ്റഗറി ആയിട്ടല്ല, ബട്ട് ആൻ അനലറ്റിക്കൽ കാറ്റഗറി ആയിട്ടാണ് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി അദ്ദേഹം മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്ന ഫിലോസഫിക്കൽ കാറ്റഗറിയെ മനസ്സിലാക്കാതെ മാർസിനെ മനസ്സിലാകാതെ പോകുന്നത് പോലെ തന്നെയാണ് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന സങ്കല്പനത്തെ, അതൊരു കോൺസെപ്റ്റാണ്, ഒരു അനലറ്റിക്കൽ കാറ്റഗറിയാണ്, ഇന്ത്യയെ വിശദീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കാറ്റഗറിയാണ്. ആ നിലക്ക് ഈ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്തോറും പവിത്രത ഏറി വരികയും താഴത്തേക്ക് പോകുന്തോറും മ്ലേച്ഛത ഏറി വരികയും ചെയ്യുന്നൊരു വ്യവസ്ഥയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഇന്ത്യയിലെ മുഴുവൻ സംവിധാനത്തിനും ഈ തത്വം ബാധകമാണ്. വൈ? ബിക്കോസ് ഇന്ത്യ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ ഒരു സമാഹാരമാണ്. ഈ റിച്വലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പവിത്രത എന്ന് പറയുന്നൊരു കാര്യം. ഇന്ത്യക്കകത്തെല്ലാം പവിത്രമാണ്. അക്ഷരം പവിത്രമാണ്, ഗുരു പവിത്രമാണ്, ഭർത്താവ് പവിത്രമാണ്. ഭാര്യയല്ല കേട്ടോ, ശ്രദ്ധിച്ചോണം. ഭർത്താവ്
പവിത്രമാണ്. അങ്ങനെ എല്ലാം പവിത്രമായിരിക്കെ മുകളിലേക്ക് പോകുന്തോറും പവിത്രത ഏറി ഏറ്റവും അവസാനം നമ്മൾ ബ്രാഹ്മണ സ്വരൂപത്തിൽ എത്തിച്ചേരുകയും താഴത്തേക്ക് വന്ന് പവിത്രത ഇല്ലാതായി ഏറ്റവും അവസാനം ചണ്ടാളനിൽ എത്തിച്ചേരുന്ന ഒരു സാമൂഹിക ദർശനത്തിൻ്റെ അടിത്തറ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഡോക്ടർ BR അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ഈ ഗ്രേഡഡ് ഇനിക്വാളിറ്റിയെ വെറുതെ സാമൂഹ്യ വിഭജനമായിട്ടല്ല, ഒരു അനലറ്റിക്കൽ കാറ്റഗറി ആയിട്ട് മനസ്സിലാക്കിയാൽ ഇന്ത്യയെ മനസ്സിലാക്കുവാനുള്ള, ഇന്ത്യയെ പഠിക്കുവാനുള്ള ഒരു മെത്തഡോളജി ഡോക്ടർ BR അംബേദ്കർ സംഭാവന ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഈ മെത്തഡോളജിയുടെ അനിവാര്യ ഫലമാണ് ഹിന്ദുത്വ വിമർശനമെന്ന് പറയുന്ന കാര്യം. അതായത് ഗ്രേഡഡ് ഇനിക്വാളിറ്റിയിൽ, പവിത്രതയിൽ റിച്വലിസ്റ്റിക്കായിട്ട് നിലനിൽക്കുന്നൊരു സമൂഹത്തിൻ്റെ അനീതികളെ ന്യായീകരിക്കുന്ന സിദ്ധാന്തങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംബേദ്കർ എന്നല്ല, ഈ മെത്തഡോളജി പിൻപറ്റുന്ന എല്ലാവരും വിമർശിക്കും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല, അത് അനിവാര്യമാണത്. അംബേദ്കർക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ വിമർശിച്ച് കളയാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, അതല്ല അതിൻ്റെ കാര്യം. മറിച്ച് ആ മെത്തഡോളജി ഫോളോ ചെയ്യുന്ന ആരും വിമർശിച്ചേ പറ്റൂ. കാരണം ഒരു ഉത്തരം കിട്ടാൻ ആ വിമർശനം അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അംബേദ്കറുടെ മെത്തഡോളജി ഇന്ത്യ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടി തെളിച്ചമാർന്ന ചിത്രം ഇന്ത്യയെക്കുറിച്ച് കിട്ടും. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇന്ത്യയിലെ ദേശീയവാദികൾക്കും ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾക്കും ഇല്ലാത്ത ഒരു തെളിച്ചം അംബേദ്കറിൻ്റെ രചനകളിലുള്ളത് അടിസ്ഥാനപരമായി അപ്രോച്ചിൽ നിന്നുണ്ടായതാണ്. അരുന്ധതി എഴുതിയത് നിങ്ങൾക്കറിയാമല്ലോ. അംബേദ്കറെ വായിക്കുമ്പോൾ വാതായനം തുറന്ന് ഒരു പുതിയ വെളിച്ചം കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നിയതാണ്. കാൻഷീറാം പറഞ്ഞത് അനിലേഷ് ഓഫ് കാസ്റ്റ് വായിച്ചതിന് ശേഷം കുറേ ദിവസങ്ങളോളം എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആത്മസത്തയെ സ്വാധീനിക്കുന്ന വിധം എഴുതാൻ അംബേദ്കർക്ക് കഴിയുന്നത് അംബേദ്കർ സവിശേഷമായ ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം, സമൂഹ പഠനത്തിന് ഒരു രീതിശാസ്ത്രം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആങ്കറിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. പറയാം തീർച്ചയായിട്ടും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മഹാഡ് സത്യാഗ്രഹത്തിൻ്റെ സന്ദർഭത്തിൽ അംബേദ്കർ കത്തിച്ചത് ഖുറാനല്ല, മനുസ്മൃതിയാണ്. അത് നമ്മൾ മറന്നുപോയത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് പറഞ്ഞത്. ബോംബ് വെച്ച് പൊട്ടിക്കണമെന്ന് ആണ് കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞത്. അദ്ദേഹം ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ബോംബെയിൽ പറഞ്ഞു, ന്യൂനപക്ഷത്തെ എല്ലായ്പ്പോഴും കൂടെ നിർത്തണം, ഒരിക്കലും അതിനുമേൽ സ്വേച്ഛാധിപത്യം നടത്തരുത്. ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളോട്, ഭരണകൂടത്തോട് അംബേദ്കർ പറഞ്ഞ ഈ കാര്യം അംബേദ്കറെ എങ്ങനെ വായിക്കണമെന്നുള്ള കാര്യത്തിലും ബാധകമാണ്. അംബേദ്കറെ വായിക്കേണ്ടത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുമാണ്. അല്ലാതെ അംബേദ്കറൈറ്റുകൾ കൂടിയിരുന്ന് വായിക്കുന്ന ഒരു സംഗതിയല്ല അംബേദ്കർ. കാരണം അംബേദ്കർ ആഗോള നീതിയുടെ പ്രവാചകനാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഇൻ്റലക്ച്വലാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. എന്ന് പറഞ്ഞാൽ അംബേദ്കർ തന്നെ ഇന്ത്യയെ മനസ്സിലാക്കാനുള്ള ഒരു രീതിശാസ്ത്രമാണ് എന്ന് ഡോക്ടർ മീരാനന്ദ, ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീരാനന്ദ അവരുടെ പ്രോഫിറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഇന്ത്യയെ മനസ്സിലാക്കണമെങ്കിൽ അംബേദ്കർ എഴുതിയ ചിന്തകളിലൂടെ കടന്നു പോകണമെന്നാണ് മീരാനന്ദ സൂചിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ നമ്മൾ വായിച്ചു പോകേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. 1956 ഒക്ടോബർ 14 ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അംബേദ്കർ ചൊല്ലിയ പ്രതിജ്ഞ ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. വേണമെങ്കിൽ പുള്ളിക്ക് ഖുറാനിൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ
ബുദ്ധമത പരിവർത്തന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വിശ്വാസമില്ല, അതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. മറ്റ് ഹിന്ദു ദൈവങ്ങളിലും ദേവിമാരിലും വിശ്വാസമില്ലാത്തതിനാൽ ഞാൻ അവരെ ആരാധിക്കില്ല. ദൈവങ്ങളുടെ അവതാര സിദ്ധാന്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ശ്രാദ്ധമൂട്ടുകയോ പിണ്ടം വയ്ക്കുകയോ ചെയ്യില്ല. ഞാൻ ബ്രാഹ്മണരെ കൊണ്ട് ഒരു ചടങ്ങ് നടത്തിക്കില്ല. മനുഷ്യവംശത്തിൻ്റെ തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരെ താഴ്ന്നവരെന്ന വിവേചനത്തോടെ പെരുമാറുന്ന, മനുഷ്യകുലത്തിൻ്റെ ഐശ്വര്യത്തിന് ഹാനികരമായ ഹിന്ദുമതത്തെ ഞാൻ ഉപേക്ഷിക്കുകയും ഇന്നു മുതൽ ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് ഇவ்விധം പറയേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മൂല്യബോധം, അത് മുസ്ലിം ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ധാർമ്മിക ബോധം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണികമായ ധാർമ്മിക ബോധമാണ് ഇന്ത്യയിലെ മനുഷ്യരുടെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ആ ധാർമ്മിക ബോധമാണ് മനുഷ്യരെ നയിക്കുന്നത്. അംബേദ്കർ പറഞ്ഞു, ഒരു മനുഷ്യജീവിയായി നിങ്ങളെ പരിഗണിക്കാത്ത മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? നിങ്ങളെ വിദ്യ നേടാൻ അനുവദിക്കാത്ത ഒരു മതത്തിൽ എന്തിന് തുടരണം? നിങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? നിങ്ങളെ അവഹേളിക്കുന്ന ഒരു മതത്തിൽ എന്തിന് തുടരണം? ജോലിയിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു മതത്തിൽ നിങ്ങൾ എന്തിന് തുടരണം? മനുഷ്യരും തമ്മിൽ ധാർമ്മിക ബന്ധം അനുവദിക്കാത്ത ഒരു മതം മതമല്ല, ബലപ്രയോഗത്തിൻ്റെ പ്രകടനമാണ്. മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നത് മതവിരോധമെന്ന് കണക്കാക്കുന്ന മതം മതമല്ല, രോഗമാണ്. ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ ഹിന്ദുമതത്തെപ്പറ്റി പറഞ്ഞത് വിനാശകരമായ വൈറസ് എന്നാണ്. കാരണം അതിൻ്റെ അടിത്തറ, ഹിന്ദുമതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ജാതിയിലും ബ്രാഹ്മണികമായ മൂല്യബോധത്തിലുമാണ് എന്ന് ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ മീരാനന്ദ ഡോക്ടർ ബി ആർ അംബേദ്കറെ മുൻനിർത്തി നിരീക്ഷിക്കുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞു, നിരക്ഷരരെ നിരക്ഷരരായി തുടരുവാനും ദരിദ്രരായി തുടരാനും നിർബന്ധിക്കുന്ന ഒരു മതം മതമല്ല, ശിക്ഷയാണ്. ഇത് ബ്രാഹ്മണ മതത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് അവകാശപ്പെടുകയും മനുഷ്യരോടും മൃഗങ്ങളോടെന്നതിനേക്കാൾ മോശമായി പെരുമാറുകയും ചെയ്യുന്നവർ ആത്മവഞ്ചകരാണ്, അത്തരം ആളുകളെ വർജിക്കുക എന്നും പറഞ്ഞു വെച്ചു. ഹിന്ദു കോഡ് ബില്ലിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്ക് ശേഷവും അംബേദ്കർ ഇങ്ങനെ പറയുന്നുണ്ട്, ജനങ്ങളുടെ മതവികാരങ്ങൾ നാം കണക്കിലെടുത്തുകൂടെന്ന് അർത്ഥമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതം മറ്റുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാർലമെൻറ്റിന് അർഹതയുണ്ടായിക്കൂടെന്ന് മാത്രമാണ് ഒരു മതേതര രാഷ്ട്രം എന്നതിന് ആകെക്കൂടിയുള്ള അർത്ഥം. ഭരണഘടന അംഗീകരിക്കുന്ന ഏക പരിമിതി അതാണ് എന്ന് വളരെ സുചിന്തിതമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞു, അസമത്വവും അടിച്ചമർത്തലും നിറഞ്ഞ എൻ്റെ പുരാതന മതം ഉപേക്ഷിച്ചതോടെ ഞാൻ പുനർജനിച്ചിരിക്കുകയാണ്. ഇത് പറയുന്നത് മുഴുവൻ ബ്രാഹ്മണ മതത്തെ പറ്റിയാണ്. പറഞ്ഞു വന്ന് ഇത്രയധികം ഉദ്ധരിക്കാൻ കാരണം, ഇന്ത്യയെ മുഴുവൻ മൂടിയിരിക്കുന്ന വിനാശകരമായ വൈറസ് എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ മതമാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവിശ്വാസങ്ങളും ചിന്താപദ്ധതികളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഇന്ത്യൻ സമൂഹത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആഴത്തിൽ നിർണ്ണയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ രാമരാജ്യം നിരന്തരം പറയുമല്ലോ. നിങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അയോധ്യയിൽ ധ്വജാരോഹണം, ധർമ്മത്തിൻ്റെ ധ്വജമെന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥ് ഈ ധ്വജാരോഹണം കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ എഴുതിയത്, ഇത് രാമരാജ്യത്തിൻ്റെ പുനഃസ്ഥാപനയാണെന്നാണ് യോഗി ആദിത്യനാഥ് ഫേസ്ബുക്കിൽ എഴുതിയത്. ഈ രാമനെ പറ്റി എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്? അംബേദ്കർ പറഞ്ഞത് രാമൻ ഒരു നീചനായ ഭരണാധികാരിയാണ് എന്നാണ്. ഗർഭിണിയായ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമന് യാതൊരു ധാർമ്മികതയും ഇല്ല എന്ന് ഇന്ത്യയോട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞു. ഇത് നമുക്ക് വാൽമീകി രാമായണം നോക്കിയാൽ അറിയാം. വാൽമീകി രാമായണത്തിൽ പറയും, ബ്രാഹ്മണാർത്ഥേ നിയുക്തസ്യ രക്ഷതഃ സർവതാപസാൻ. വാൽമീകി രാമായണം യുദ്ധകാന്ഡം 124 സർഗം 10 ശ്ലോകത്തിൽ പറയും, വിപുലമായ ജനസ്ഥാനത്ത് രാമനെത്തിയത് ബ്രാഹ്മണ കാര്യം നിർവഹിക്കാനാണെന്ന് ഭരദ്വാജൻ വ്യക്തമാക്കുന്നു. ആരുടെ കാര്യമാണ്? ബ്രാഹ്മണ കാര്യം. രാമരാജ്യം വരാൻ പോകുന്നു. രാമരാവണ യുദ്ധം നടക്കുമ്പോൾ ദേവന്മാരും സർപ്പിഗണങ്ങളും പ്രാർത്ഥിച്ചു,
സ്വസ്തി ഗോബ്രാഹ്മണേഭ്യസ്തു ലോകാസ്തിഷ്ഠന്തു ശാശ്വതാഃ. ജയതാം രാഘവ സഖ്യേ രാവണം രാക്ഷസേശ്വരം. എന്താണ് അർത്ഥം? പശുക്കൾക്കും ബ്രാഹ്മണർക്കും സ്വസ്തി ഭവിക്കട്ടെ. ഭരണഘടന ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. ലോകങ്ങൾ നയിക്കാതിരിക്കട്ടെ, ലോകങ്ങൾ നശിക്കാതിരിക്കട്ടെ. രാവണനുമായുള്ള യുദ്ധത്തിൽ രാമൻ ജയിക്കട്ടെ. എന്തിനാണ് രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാമൻ ജയിക്കുന്നത്? പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം വേണം, വേറെ ഒരു കാര്യവുമില്ല. രാമരാജ്യം. കോട്ടയത്ത് തിരുനക്കര മൈതാനിൽ SNDP യോഗത്തിൻ്റെ വിശേഷ യോഗം നടന്നു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, കോൺഗ്രസ്സുകാരൻ, ഹിന്ദു മഹാസഭയിലും അംഗ, 2 വള്ളത്തേലാണ് കാല്. ചില ആളുകളെ പറ്റി ഓർത്താൽ മതി. അദ്ദേഹം ഈഴവരോട് പറഞ്ഞു, അന്നത്തെ ഈഴവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും രാമനാമം ജപിക്കണം. അന്നത്തെ ഈഴവർ പ്രബുദ്ധരായിരുന്നു. ഇന്നത്തെ അഭിപ്രായം ഞാൻ പറയുന്നില്ല, അത് ജനങ്ങൾക്ക് വിട്ടിരിക്കുക. അന്നത്തെ പ്രബുദ്ധനായ ഈഴവ സമുദായ നേതാവ്, കേരളത്തിൻ്റെ നവോത്ഥാന തേജസ്, നമ്മൾ ചെറായിക്കടുത്തിരുന്നാണ് സംസാരിക്കുന്നത്, സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ദശരഥപുത്രനായ രാമൻ്റെ കാര്യം തന്നെയല്ലേ, അല്ലാതെ വേറെ ആളുടെ കാര്യമൊന്നും അല്ലല്ലോ. അദ്ദേഹം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ മടങ്ങിപ്പോയതിനു ശേഷം മാളവ്യ വന്നു എന്ന പേരിൽ ഒരു ലേഖനം എഴുതി പണ്ഡിറ്റ് സഹോദരൻ അയ്യപ്പൻ. അതിൽ പറഞ്ഞു, രാമരാജ്യത്തിന് പകരം, ജോർജ് രാജ്യത്തിന് പകരം രാമരാജ്യം വന്നാൽ പണ്ഡിറ്റും മറ്റും നാക്കറുക്കലും ഈ ഒരുക്കി ഒഴിക്കലും തുടങ്ങുവാൻ മടിക്കയില്ലെന്നുള്ളതല്ലാതെ ഈ രാമനാമ ജപം കൊണ്ട് എന്തു പ്രയോജനം? രാമനാമം ജപിച്ചിട്ടും പ്രത്യേകിച്ച് ഫലമില്ല. കാരണം സന്ധ്യയ്ക്ക് നമ്മളിരുന്ന് ചൊല്ലുമല്ലോ, രാമരാമ ഭാഗ്യമ മുകുന്ദരാമ ഭാഗ്യം. അതിലെ വരികൾ എന്താണ്? ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമ. അപ്പോൾ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമനെ സന്ധ്യയ്ക്കിരുന്ന് ഇന്ത്യയിലെ ജനങ്ങൾ പ്രാർത്ഥിച്ചാലുള്ള അവസ്ഥാവിശേഷം എന്തായിരിക്കും? ഭരണഘടന ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കഴിഞ്ഞില്ല. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വാൽമീകി രാമായണ യുദ്ധകാന്ഡം 128 സർഗം 104 ശ്ലോകം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ലോഭവർജിത സ്വകർമ്മസു പ്രവർത്തന്തേ തുഷ്ടാ സ്വൈരേവ കർമ്മവിഹി. രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ലോഭം കൂടാതെ സ്വകർമ്മനിരതരായി എന്നും സ്വകർമ്മങ്ങൾ കൊണ്ട് തന്നെ അവർ സന്തുഷ്ടരായിരുന്നുവെന്നും വർണ്ണിക്കുന്നു. ഇതാണ് രാമരാജ്യം. ബ്രാഹ്മണരുടെ ജോലി ബ്രാഹ്മണർ ചെയ്യണം, ശൂദ്രൻ്റെ ജോലി ശൂദ്രൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യമാണ് രാമരാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ എന്താണ്? ഈ രാമനും കൃഷ്ണനും ഉത്തമമായൊരു മാതൃകയേ അല്ല എന്നുള്ള, ഗൗരിയോ ഗണപതിയോ ഒന്നും ഒരു മാതൃകയേ അല്ല എന്ന് റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിൽ വളരെ വ്യക്തമായി ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിലേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രദ്ധ ഊന്നിയെന്ന് ചോദിച്ചാൽ വർത്തമാനകാല സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മതി. നമ്മളിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവനായ ഒരു കഴകക്കാരന് പോലും കഴക ജോലിക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത രീതിയിൽ തരണനെല്ലൂർ നമ്പൂതിരിപ്പാടന്മാർ അവർക്കെതിരെ പ്രയോഗം നടത്തുന്നൊരവസ്ഥാവിശേഷം. അക്കീരമൺ കാളിദാസ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ സമാജം, ഒരു ഈഴവനായ ഒരു പൂജാരി, അയാൾ ശബരിമലയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയച്ചു, മേൽശാന്തി തസ്തികയിലേക്ക്. അയാളെ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോയത് മറ്റാരുമല്ല, അക്കീരമൺ കാളിദാസ ഭട്ടതിരിയാണ് എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകരുത്. ഈ അയിത്തം, ഈ വിവേചനം, ഈ ബ്രാഹ്മണ്യ ഹിംസ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേര് പടർത്തിയിരിക്കുന്നതാണ്. അത് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 121 പേരൊഴിച്ചാൽ ബാക്കി മുഴുവൻ അധ്യാപകരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് എന്നാണ് മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലയിലെ 90% അധ്യാപക തസ്തികകളിലും സവർണർ കൈയടക്കി വെച്ചിരിക്കുകയാണെന്നാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം അധ്യാപക തസ്തിക കൈയടക്കി വെച്ചിരിക്കുന്ന മുസ്ലിങ്ങളല്ല, മുഴുവൻ സവർണ കൂട്ടങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയേറ്റ് തസ്തിക എടുത്ത് പരിശോധിക്കണം. ഈ സെക്രട്ടറിയേറ്റ് തസ്തിക ഭൂരിഭാഗവും സവർണർ കൈയടക്കി വെച്ചിരിക്കുക. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ഇതുവരെയുള്ള ജഡ്ജിമാരുടെ കണക്ക് നമ്മൾ പരിശോധിക്കണം. ആ ജഡ്ജിമാരുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും.
ഭൂരിഭാഗവും സവർണരാൽ നിയന്ത്രിതമായ ഒരു കോടതി വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. ആദിവാസികളും ദളിതരും LLB പഠിക്കാഞ്ഞിട്ടാണോ? LLBക്ക് പോകാഞ്ഞിട്ടാണോ? മുസ്ലിങ്ങൾ പോകാഞ്ഞിട്ടാണോ? പോകുന്നുണ്ട്. പക്ഷേ അവരെ പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു സാമൂഹ്യ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഭയാനകമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ഭയാനകമായ വൈറസിൻ്റെ പേരാണ് ഹിന്ദുത്വ ദേശീയത എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾ അംബേദ്കറെ മനസ്സിലാക്കണം. അംബേദ്കറെ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളെ പിടിമുറുക്കിയിരിക്കുന്ന, നമ്മൾ പുറത്ത് പുരോഗമന വേഷം കെട്ടിയാടുകയും പുറത്ത് നമ്മൾ ദേശീയ പതാക ഉണ്ടാവും, പുറത്ത് അരിവാൾ ചുറ്റിക ഉണ്ടാവും, പുറത്ത് മറ്റു പലതും കാണും, പക്ഷേ ഉള്ളിൽ പൂണൂല് വിട്ട് നടക്കുന്ന മനുഷ്യരായിട്ട് ഇന്ത്യക്കാർ മാറിത്തീർന്നിരിക്കുന്ന ഒരവസ്ഥാവിശേഷം. ആ അവസ്ഥാവിശേഷം പരിഹരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്തു വേണം? ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ചിന്തകളെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരം തന്നെ ജനാധിപത്യ ശരീരങ്ങളായിട്ട് നമുക്ക് മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.